ശബരിമലയിൽ നരിവേട്ട, അനുരാജ് മനോഹർ വില്ലൻ. ശബരിമല സന്നിധാനത്തെ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. ദേവസ്വം ബോർഡിന്റെ അധികാര അതിർത്തിയിൽ ADGP ഇടപെട്ട് ചിത്രീകരണത്തിന് അനുമതി നൽകിയത് ഇപ്പോൾ വലിയ നിയമ പോരാട്ടത്തിന് വഴിമാറുകയാണ്. അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന സിനിമയുടെ ചിത്രീകരണമാണ് വിവാദത്തിന് ആധാരം. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് ദൃശ്യങ്ങൾ പകർത്തുവാൻ സംവിധായകൻ അനുമതി തേടിയെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് K. ജയകുമാർ അത് കർശനമായി നിരസിച്ചിരുന്നു. ഹൈക്കോടതിയുടെ വിലക്കും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. എന്നാൽ ബോർഡ് അധ്യക്ഷൻ അനുമതി നിഷേധിച്ചിട്ടും പമ്പയിൽ വെച്ച് ചിത്രീകരണം നടന്നു. ഇതിന് അനുമതി നൽകിയത് ADGP S. ശ്രീജിത്ത് ആണെന്ന് സംവിധായകൻ തന്നെ വെളിപ്പെടുത്തിയതോടെയാണ് പോലീസും ബോർഡും നേർക്കുനേർ വന്നത്. തിരക്ക് കാരണം ഇക്കാര്യം ബോർഡിനെ അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് സംവിധായകന്റെ വിശദീകരണം. ചാലക്കയം മുതൽ സന്നിധാനം വരെയുള്ള മേഖലയിൽ ദേവസ്വം ബോർഡിനാണ് പരമാധികാരം എന്നിരിക്കെ പോലീസിന്റെ ഈ നീക്കം ഭരണപരമായ കടന്നുകയറ്റമായി ബോർഡ് കാണുന്നു. മകരവിളക്ക് ദിനത്തിലെ തിരക്കിനിടയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥന്റെ നടപടി ഹൈക്കോടതിയെ അറിയിക്കാനാണ് ബോർഡിന്റെ നീക്കം. അനുമതിയില്ലാതെ ഷൂട്ടിംഗ് നടന്ന സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് SP-ക്ക് ബോർഡ് അധ്യക്ഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സുരക്ഷാ ഭീഷണിയും കോടതി ഉത്തരവിന്റെ ലംഘനവും വിജിലൻസ് പരിശോധിക്കും. ശബരിമലയിലെ പോലീസ് ദേവസ്വം ഭരണതർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാനാണ് സാധ്യത. വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചാലുടൻ ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. The Hourly News, truth every hour.